guys, welcome to Raw and Real by SJ. In the Easter special episode we have the very beautiful, the very charming and an actress കൂടാണ്. അതിന്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. We have Christine Maria with us. Welcome to the show, Christine. Thank you. അപ്പം നമ്മൾ കുറേ നാൾ ശേഷമാണ് കാണുന്നത്. I think it's been years എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ ആയിരുന്നു ഇത്രയും നാളും? ഞാൻ ഒരു നാട്ടിൽ പോയിട്ട് വരാന്ന് കരുതിയിട്ട് ഒരു 1 year ബ്രേക്ക് എടുത്ത് നാട്ടിൽ പോയേക്കായിരുന്നു. പക്ഷെ അതൊരു വലിയ ബ്രേക്ക് ആയില്ലേ? വല്ലാത്ത ബ്രേക്ക്. അപ്പം ശരിക്കും എനിക്കൊന്ന് ചില ക്രിസ്റ്റിന്റെ ഫാൻസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും ക്രിസ്റ്റിനെ. എന്തിന്? ക്രിസ്റ്റിൻ അതാണ്, ക്രിസ്റ്റിൻ എന്ന് പറയുന്ന ഒരാള് എന്താ പറഞ്ഞാൽ കുറേ നാളായിട്ട് മിസ്സിങ് ആണെന്ന് നമുക്ക് ഭയങ്കര എവിഡന്റ് ആയിരുന്നു. തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വീക്ക്ലി വീഡിയോ ഇടുമായിരുന്നു, വീക്ക്ലി ട്വൈസോ അതിൽ കൂടുതൽ വീഡിയോ ഇടുമായിരുന്നു. പിന്നെ നാട്ടിൽ പോയ സമയത്ത് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം കുറെ പേര് എന്നോട് അങ്ങനെ പറയായിരുന്നു, വീഡിയോ എന്താ കാണാത്തെ. ഇപ്പൊ പിന്നെ കുറച്ചധികമായിട്ട് വീഡിയോ ഇടുന്നില്ല, കുറച്ച് തിരക്കായിരുന്നു. പിന്നെ ഇവിടേക്ക് തിരിച്ചു വന്നു, അപ്പം അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയി. നാട്ടിൽ ഓൾമോസ്റ്റ് 1 വർഷത്തോളം ഉണ്ടായിരുന്നു അല്ലേ? ഒരു വർഷവും അതിൽ കൂടുതലുണ്ടെങ്കിലും ഉള്ളൂ. 1 year എന്തായാലും നാട്ടിലുണ്ടായിരുന്നു ഫുള്ള്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ക്രിസ്ത്യൻ വന്നതിന്. എനിക്ക് ചോദിക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റ് ക്രിയേഷനിലോട്ട് എന്നാ വന്നത്? എനിക്കൊന്ന് ഇച്ചിരി വർഷങ്ങളായി, ബട്ട് വെൻ ഡിഡ് യു വാണ്ടഡ് ടു ആക്ച്വലി പോസ്റ്റ് സംതിങ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് ഇടണമെന്ന് എന്നാ തോന്നി? കണ്ടന്റ് ആയിട്ടല്ല, ബട്ട് എനിക്കിഷ്ടമായിരുന്നു, അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പം പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് അത് ചെയ്യുമായിരുന്നു. പിന്നെ ടിക്ടോക്ക് ബാൻ ചെയ്തു, നാട്ടിലായിരുന്നപ്പോൾ ബാൻ ചെയ്തു. പിന്നെ തിരിച്ചിവിടെ വന്നപ്പോഴാണെങ്കിലും റീൽസ് ചെയ്യണമെന്നൊക്കെ ഇഷ്ടമായിരുന്നു. അങ്ങനെ റാൻഡം ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം റീൽസ് ഇടുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ഒരു 2-3 months തന്നെ ഇതാണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. 2-3 months കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ റീൽസിലോട്ട് അങ്ങ് എത്തി. ഞാൻ ജിൻഡോ, എന്റെ ഫ്രണ്ട് ജിൻഡോ, അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് റീൽ എടുത്തത് ആദ്യം വൈറലാവുന്നത്. അപ്പൊ ആദ്യത്തെ റീല് വൈറലായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പോസ്റ്റ് ചെയ്തപ്പോ ഒന്നും അതിനകത്ത് വലിയ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് വൈറലാണെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല, ഇഷ്ടമായതുകൊണ്ട് ചെയ്തു. ഇഷ്ടമായതുകൊണ്ട് ഒരെണ്ണം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോൾ കുറെ ലൈക്ക്, കുറെ ഫോളോവേഴ്സ് ഒക്കെ വന്നപ്പോ പിന്നെ അതൊരു ഒന്ന് നമുക്ക് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇൻട്രസ്റ്റ് ആവുമല്ലോ. അയ്യാ, ആദ്യം തന്നെ നമ്മള് ഈ വീഡിയോ ഇട്ടപ്പം ഇത്രയും ലൈക്ക് വന്നപ്പോ ഭയങ്കര ഓവർവെൽംഡ് ആയോ, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചോ? ഉറപ്പായിട്ടും. കാരണം പിന്നീട് എനിക്കത്, കാരണം ആദ്യത്തെ വീഡിയോ ഒക്കെ കിട്ടിയ ആ ഒരു കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു ഗ്രാജുവൽ പ്രോഗ്രസ് ആയിരുന്നു, ഫോളോവേഴ്സ് ഒക്കെ ഗ്രാജുവൽ. പിന്നെ അതിനെപ്പറ്റി അങ്ങനെ എക്സൈറ്റഡ് ആയില്ല. പക്ഷെ ആദ്യത്തെ വീഡിയോ ഇതെന്താ സംഭവം എനിക്ക് അത്, കാരണം എനിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അന്ന് കൊളാബ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ ഒരാൾക്കേ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പോസ്റ്റ് ചെയ്ത്, എനിക്ക് വേണ്ട, നീ എടുത്തു. അപ്പൊ പറഞ്ഞു, ഇല്ല നിനക്ക് ഫോളോവേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പുള്ളിക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്ക് ഫോളോവേഴ്സ് ഒന്നും ഇല്ലല്ലോ, നീ ഇട്ടോ. അപ്പൊ ഞാൻ നിർബന്ധം കൊണ്ട് ഇട്ടതാ, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ഇടാൻ. കാരണം അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ചുമ്മാ നടക്കുന്ന സിനിമ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരുന്നു. ഞങ്ങൾ എൻ്റെ ഒരു ബീച്ച് സൈഡിൽ പോയിട്ട് നല്ല, അപ്പം സൺസെറ്റോ അങ്ങനെ എന്തോ ഭയങ്കര അടിപൊളിയായിരുന്നു അത് കാണാൻ. അതുകൊണ്ടാണ് അത് കയറി ക്ലിക്കായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കുറച്ചൊക്കെ ഡാൻസോ അങ്ങനെയൊക്കെ ഇടാൻ തുടങ്ങി. പക്ഷെ ആ ഒരു ഹൈപ്പിൽ നിന്നതുകൊണ്ട് വീഡിയോ ഒക്കെ അത്യാവശ്യം ആ ഒരു റീച്ച് അങ്ങ് കിട്ടിപ്പോയി. കാനഡയിൽ ഏത് വർഷമാണ് ക്രിസ്ത്യൻ വന്നത്? 21. ആ സമയത്ത് ഇങ്ങനത്തെ സ്ട്രഗിൾ ഒക്കെ അനുഭവിച്ചിട്ടാണോ വന്നേ, അതോ പീസ്ഫുൾ ആയിരുന്നു ക്രിസ്ത്യൻ മരിയക്ക്? ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എല്ലാരും എന്നെ ചീത്ത പറയും. കാരണം ആരും അനുഭവിച്ച പോലെ ഒരു സ്ട്രഗിൾ ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. കാരണം എല്ലാരും ഇതിപ്പോ എന്നെ പോലെ ഇത്രയും എഫേർട്ട്ലെസ് ആയിട്ട് ആർക്കെങ്കിലും കാനഡയിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ 1 year കോഴ്സാണ് എടുത്തത്. കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് 4 months നാട്ടിലായിരുന്നു, ബാക്കി 4 months ആണ് ഇവിടെ പഠിക്കേണ്ടി വന്നു. ആ സമയത്താണ് ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂൾ ആയതുകൊണ്ട് നമുക്ക് ഒന്നും വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ പാർട്ട് ടൈം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ആ സമയത്ത് GIC ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നുപോയി. അത് കഴിഞ്ഞ് എനിക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു 80 hour പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു എൻ്റെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞ പാടെ എനിക്ക് അവരെന്നെ ജോബ് ഓഫർ ചെയ്തു, ഞാൻ ജോബിന് കയറി. അതുകൊണ്ട് ഒട്ടും സ്ട്രഗിൾ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ പാടെ എനിക്ക് അവിടെ 1 year കംപ്ലീറ്റ് 1.5 year ആയപ്പോഴേക്കും PR ആയി. അപ്പോ ഇതിന്റെ നമ്മൾ ഈ പഠിക്കുക ജോലി ചെയ്യാന്നുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് അനുഭവിച്ചിട്ടില്ല ഞാൻ. അതുകൊണ്ട് സുഖമായിട്ട് വന്നൊരു ടൈപ്പായിരുന്നു. ഓക്കെ, ഇത്രയും വീഡിയോസ് ഇട്ടു, എനിക്കൊന്ന് കുറെ വീഡിയോസ് ഇട്ട് കാണുമല്ലോ. ഫസ്റ്റ് 1 million വീഡിയോ അടിച്ചപ്പോൾ എന്താണ് റിയാക്ഷൻ? ആ സമയത്ത് 1 million അടിച്ചിട്ടില്ല, പക്ഷെ എന്നാലും 100, 200, 500 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു ഹോപ്പ് ഉണ്ട്,
ഉണ്ടായിരുന്നു ചിലപ്പോ 1 മില്യൺ അടിക്കുമായിരിക്കും എന്ന്. അതുപോലെ 1 മില്യൺ അടിച്ചപ്പോ ഭയങ്കര സന്തോഷമായി. പിന്നെ പിന്നെ അതൊരു എല്ലാ വീഡിയോസിനും ആ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടിയപ്പോ ഓക്കെ ഇപ്പം നമ്മൾ റീൽസ് ഇട്ടിട്ട് ഫൈനലി യു റീച്ച്ഡ് എ പോയിന്റ് ഷോർട്ട് ഫിലിംസ് ചെയ്യണം ഇല്ലെങ്കിൽ ഫിലിംസ് ചെയ്യണം. അതെങ്ങനെയാണ് ചൂസ് ചെയ്തത്, ഇല്ലെങ്കിൽ ആ പാത്തിലോട്ട് എങ്ങനെയായിരുന്നു? അതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആക്ട് ചെയ്യുമ്പോ ഒക്കെ ഒരുപാട് പേര് നമ്മളോട് പറയായിരുന്നു നന്നായിട്ട്. ക്രിസ്ത്യൻ കുറച്ച് ഡാൻസിനെക്കാട്ടിലും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ആക്ടിങ്ങിലായിരുന്നു. അതെ അതെ, ഡാൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിട്ട് ഒരു മാക്സിമം ഒരു 30 seconds ഒക്കെ കളിക്കാൻ പറ്റും. അതിലാണ്ട് എനിക്ക് ഡാൻസ് ഒന്നും പറ്റുന്ന ആളല്ല. പക്ഷെ ആക്ടിങ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒരുപാട് പേര് നല്ല കമന്റ് പറയാ. പിന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഇത് നല്ലൊരു നിനക്ക് പറ്റും, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊരു നല്ല പരിപാടിയാണ്, അഭിനയിക്ക് ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് തുടർന്നുകൊണ്ട് പോയി. ക്രിസ്ത്യൻ ഫസ്റ്റ് അഭിനയിച്ച ഷോർട്ട് ഫിലിം ഏതാ? ഞാനിവിടെ കാനഡയിൽ ഒരു പുളുക്കഥ എന്ന് പറഞ്ഞ മാജിക് മിസ്റ്റിന്റെ അല്ലേ? യെസ്. നാട്ടിലും ചെയ്തിട്ടുണ്ടോ ഷോർട്ട് ഫിലിംസ് ബിഫോർ കമ്മിങ് ടു കാനഡ? ഇല്ല, ഞാൻ കാനഡ വന്നതിന് ശേഷമാണ് ഇതിലോട്ട് ഇറങ്ങണത്. കാനഡ വന്നതിന് ശേഷമാണ് റീൽസ് ഒക്കെ ചെയ്യുന്നതും ഷോർട്ട് ഫിലിമിലോട്ട് വന്നതും. ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴുള്ള റിയാക്ഷൻ എന്തായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു? ലൈക്ക് കാരണം നമ്മൾ റീൽസിൽ അഭിനയിക്കുന്ന പോലെ അല്ല ഷോർട്ട് ഫിലിംസിൽ ഇല്ലെങ്കിൽ ഫിലിംസിൽ വരുന്നത്. അതിന്റെ എന്താ പറയുക, ആ ടെൻഷനും ക്യാമറ ടെൻഷനും ക്യാമറ ഫ്രീക്ക് ആയിരുന്നോ? ക്യാമറ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്ക് അത്രയ്ക്കും. ഒരു റീൽസ് എന്ന് പറഞ്ഞൊരു സൗണ്ട് നമുക്കറിയാം, അതിന്റെ ഇമോഷൻസും ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് ഇമോഷൻ കൊടുക്കണം എന്നറിയാം, എന്ത് എക്സ്പ്രഷൻ ഇടണം എന്നറിയാം. അതുപോലെയല്ല നമ്മൾ വേറൊരു ഷോർട്ട് ഫിലിമോ ബാക്കി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം തരിക. അതിനകത്ത് നമ്മൾ വേണം എന്ത് എക്സ്പ്രഷൻ വേണം, എന്ത് ലൈക്ക് മോഡുലേഷൻ വരുത്തുന്ന സൗണ്ട്, അതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ക്യാമറ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്രൂ ആണെങ്കിലും നമുക്ക് അറിയുന്നവരായിരുന്നു, അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റേന് അത്രയും എളുപ്പമല്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ക്രിസ്ത്യൻ ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണോ അതോ സ്വന്തമായിട്ട് ഇൻപുട്ട് ഇട്ട്? ഇല്ല, ഞാൻ ഡയറക്ടേഴ്സ് ആക്ടറാണ്. എനിക്ക് അതുപോലെ ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ ഒന്നാമത് നമുക്ക് അത്രയ്ക്കൊന്നും ഇന്നത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങനെ ചോദിച്ച് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. എന്നാലും നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ പുള്ളി പറയണോ അതങ്ങനെയല്ല എനിക്കിങ്ങനെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അതായിരിക്കുമല്ലോ പുള്ളിക്ക് വേണ്ടത്. അതെ. ഈ ടോട്ടലി എത്ര ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്? അയ്യോ അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ 10ന്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ എണ്ണ എടുക്കാനുള്ള പറ്റുന്നില്ല. പക്ഷെ 10 ഉള്ളിൽ. ഫേവറേറ്റും ചോദിച്ചതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഐ മീൻ എല്ലാം ഒരു ലേണിംഗ് പ്രോസസ് ഷോർട്ട് ഫിലിംസ്. പിന്നെ ആദ്യം ചെയ്തത് ഉറപ്പായിട്ടും പുളുക്കഥ. അത് പിന്നെ കുറെ ഒരുപാട് ഓഡിയൻസിന്റെ മുമ്പിലൊക്കെയാണ് അത് റിലീസ് ചെയ്തത്. ഐ റിമെമ്പർ. കാരണം അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ലൈക്ക് ഞാനുണ്ടായിരുന്നു ആ റിലീസിന് വലിയൊരു ഓഡിയൻസിന്റെ അടുത്തായിരുന്നു റിലീസ് ചെയ്ത മാജിക് മിസ്റ്റ്. ആൻഡ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു യുവർ ഐസ് എടുത്ത് കാണിച്ചതിന് ലൈക്ക് സോ ഗുഡ്. ഞാൻ ആക്ച്വലി ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ സ്റ്റേറ്റസ് ഇട്ടായിരുന്നു. ആ സമയത്ത് യുവർ ഐസ് വാസ് വെരി ക്യാച്ചി. അതുപോലെ തന്നെ അതിനകത്തൊരു ചെറി കഴിക്കുന്നത് ലൈക്ക് ഇഫ് നോ വൺ ഹാസ് വാച്ച്ഡ് ഇറ്റ് ഐ തിങ്ക് ദേ ഹാവ് ടു ഗോ വാച്ച്. ലൈക്ക് ക്രിസ്ത്യൻ മരിയ എന്ത് നല്ല ആക്ട്രസ് ആണെന്ന് കാണിച്ചൊരു ഐ മീൻ ഡയറക്ടേഴ്സിന്റെ ഇൻപുട്ടും കാണുമായിരിക്കും, ബട്ട് നല്ലൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. കമ്മിങ് ടു ദ പോയിന്റ്, മൂവീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്യുമോ ക്രിസ്ത്യൻ മരിയ? അല്ലെങ്കിൽ ചൂസ് ചെയ്യാണോ, ലൈക്ക് പിക്ക് ചെയ്യാണോ? ഈ ഞാൻ കഥ കേട്ടിട്ടേ ചെയ്യത്തുള്ളൂ ഇല്ലെങ്കിൽ എന്നെ ഡയറക്ടേഴ്സ് വിളിക്കണം, അങ്ങനെ ഉണ്ടോ? ചിലപ്പോൾ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ പറ്റില്ല എന്ന് ഉറപ്പായിട്ടും പറയും. പിന്നെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഇപ്പൊ വേണ്ടെന്ന് പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ അത്രയ്ക്ക് മോശം എന്നുള്ളത് എടുക്കാതിരിക്കാൻ ശ്രമിക്കും. എന്നാൽ ഒരുപാട് ഓഫേഴ്സ് ഒന്നും നമുക്ക് വരുന്നില്ല ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നല്ലത് നോക്കിയെടുക്കാൻ നോക്കാറുണ്ട്. പക്ഷെ പറ്റണ പോലെ. ഇപ്പം ക്രിസ്ത്യൻ കുറച്ച് നാൾ നാട്ടിലുണ്ടായിരുന്നു, ഇപ്പൊ കാനഡയിലുണ്ട്. ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഷോർട്ട് ഫിലിം അവിടെ അഭിനയിച്ചിട്ടുണ്ട്, ഇവിടെ അഭിനയിച്ചിട്ടുണ്ട്, വലിയ ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ പറയുമ്പോ റിസോഴ്സസ് കുറവാണ്, നമുക്ക് പെർമിഷൻസ് കുറവാണ്, എല്ലായിടത്തും ഒന്നും പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നാട്ടില് പക്ഷെ
അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമുക്ക് ചെയ്യാം. നമുക്കൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അവിടെ പോയി ചെയ്യുന്നതിന് ഇപ്പോൾ ആരുടെയും പെർമിഷൻ ഒന്നും വേണ്ട. പിന്നെ കുറച്ചും കൂടി അവിടെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ പുൽക്കഥ ചെയ്തപ്പോഴാണെങ്കിലും ഞാൻ ആദ്യം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ക്രൂ ആണ്. അതൊരു ഞങ്ങൾ മിഡ് നൈറ്റ് ആണ് ചെയ്യുന്നത്, രാത്രിക്കാണ് ചെയ്യുന്നത്. പക്ഷെ എന്തോരം ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നവര്, ഇത് കഴിഞ്ഞ് ഷിഫ്റ്റിന് പോകേണ്ട. നമ്മുടെ പ്രശ്നം അതാണ്, നമുക്ക് പല ഷിഫ്റ്റുകളായിരിക്കും, ജോലി നോക്കണം, ഇത് നോക്കണം, രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകുന്നവരാണ് ഇവിടെ എല്ലാവരും. അവിടെ പക്ഷെ അങ്ങനെയല്ല, അവിടെ എല്ലാവരും ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്നവരാണ്. ഇതിനു വേണ്ടി, ഇതാണ് അവരുടെ പ്രൊഫഷൻ, ഇതാണ് അവരുടെ പാഷൻ, അങ്ങനെ നടക്കുന്നവരാണ്. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് രണ്ടും മാനേജ് ചെയ്ത് പോകണം. അപ്പൊ ഞാൻ ഇവിടെ ക്രൂവിനെ കണ്ടിട്ട് ഞാൻ ശരിക്കും എത്ര പേര് ഇതിനു വേണ്ടി എഫേർട്ട് ഇടുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇതിനു വേണ്ടി തന്നെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അത് അവിടെ കുറേം കൂടെ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ. ഇവിടെയുള്ള അത്രയും ബുദ്ധിമുട്ടില്ല കാര്യങ്ങൾ. ഇപ്പം കുഞ്ഞിലെ തൊട്ട് ലൈക്ക് what did you want to become when you were young? പ്രത്യേകിച്ച് പാഷൻ ഒന്നുമില്ല, ഞാൻ പോയ വഴി പോട്ടെ എന്നുള്ള മൈൻഡ് ആയിരുന്നു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതാവണമെന്നൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്നേലും തോന്നിയിട്ടുണ്ടോ ഒരു ആക്ടിങ് ഫീൽഡിലോട്ട് വരണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്നാമത് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ ടിക്ടോക്ക് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ സ്റ്റോറി ഒക്കെ ഇടുമ്പോഴും അന്ന് ടിക്ടോക്ക് ചുമ്മാ സ്റ്റോറി ഇടാനൊക്കെ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പോഴും കുറെ പേര് നല്ല അഭിപ്രായം പറയുമായിരുന്നു. പിന്നെ നമ്മളുടെ സീനിയർ ആയിട്ട് പഠിച്ച ഒരു ഫീൽഡിലുള്ളവരൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ക്രിസ്ത്യൻ ചെയ്യാമോ എന്നൊക്കെ. പക്ഷെ അന്നൊന്നും വീട്ടിൽ സമ്മതിച്ചില്ല. ആ വീട്ടിലൊക്കെ ആണെങ്കിലും ഈ ഫീൽഡിൽ പോവണ്ട, അതല്ല കരിയർ, പഠിത്തം, ജോലി എന്നുള്ളതാണല്ലോ നമ്മളുടെയൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും നടപടിയാവുന്ന കേസല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല അത് ആയിരിക്കും എന്നുള്ളത്. ഞാൻ എൻ്റെ അടുത്ത ചോദ്യം അതായിരുന്നു, സപ്പോർട്ട് ഉണ്ടായിരുന്നോ വീട്ടിൽ നിന്ന് ലൈക്ക് ഇങ്ങനെ ഇല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഇസ് ലൈക്ക് ഓക്കെ, പക്ഷെ ഒരു വലിയ ബഡ്ജറ്റ് മൂവിയിലോട്ട് പോകണമെന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നോ, ഈ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങണമെന്ന്? ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു കരിയർ ആയിട്ട് കൊണ്ടുനടക്കാൻ ഉറപ്പായിട്ടും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കണം, ഞാനിവിടെ PR ഉള്ള കുട്ടി, ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരണം എന്നുള്ള മൈൻഡിലാണ് ഞാൻ പോകുന്നത്. ഞാനൊരു 3 months നാട്ടിൽ നിൽക്കാം. അനിയത്തിയുടെ, എൻ്റെ സിസ്റ്ററിന്റെ മാരേജിന്റെ ആ സമയത്ത് എൻഗേജ്മെന്റ് ആയിരുന്നു. അപ്പം ക്രിസ്മസും അവളുടെ എൻഗേജ്മെന്റും കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാന്നുള്ള മൈൻഡിലാണ് ഞാൻ നിന്നത്. പക്ഷെ ഞാനൊരു പോയിന്റിൽ വീട്ടിൽ പോയി പറയുകയാണ്, എനിക്കൊരു 1 year ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അവർ സമ്മതിച്ചത്. അവർ നിന്നോളം പറഞ്ഞു. അത് അപ്പൊ തന്നെ ഞാൻ കൊള്ളാലോ, ഭയങ്കര സപ്പോർട്ടാണല്ലോ എന്നൊക്കെ കരുതി. പക്ഷെ അതൊരു കരിയർ ആയിട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് കരിയർ ആയിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവര് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടാണല്ലോ അന്ന് കാനഡ ഭയങ്കര സ്വപ്നമായിട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അതല്ല വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും സപ്പോർട്ട് ചെയ്തു, 1 year നിൽക്കാൻ സമ്മതിച്ചത് തന്നെ വലിയ കാര്യം. ക്രിസ്ത്യൻ കണ്ടന്റ് ക്രിയേഷനിലാണ്. എന്താണ് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് കണ്ടന്റ് ക്രിയേഷൻ? ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതില് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ എസ്പെഷ്യലി. നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ജോലി കഴിഞ്ഞിട്ട് വീക്കെൻഡ്സിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ അഭിനയിക്കാൻ ആൾക്കാർ, അങ്ങനെയാണെങ്കിൽ ആൾക്കാർ വേണം, ക്യാമറ ചെയ്യാൻ ആൾക്കാർ വേണം. അതൊക്കെ അങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ ഇത് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ അവൈലബിലിറ്റി മാത്രം നോക്കിയാൽ മതി. എന്നാൽ ഈ ടൈം ആണ് ഒരു ബുദ്ധിമുട്ട്, രണ്ടും കൂടെ മാനേജ് ചെയ്യാന്നുള്ളത്. ഓഡിഷൻസ് കൊടുത്തിട്ടുണ്ടോ ക്രിസ്ത്യൻ മരിയ? ഞാൻ നാട്ടിൽ ചെന്നിട്ട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തത് കുറവാണ്. ഇങ്ങോട്ട് വന്നത് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഓഡിഷൻസിന് പോയിട്ടില്ല. ലൈക്ക് 1-2 പേര് പറഞ്ഞിട്ട് അവരെ പോയി മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഓഡിഷൻ പ്രോസസ്സിലോട്ട് കടന്നിട്ടില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനായാലും ഒരു വീഡിയോ ഇടുമ്പം ചിലപ്പോൾ പോസിറ്റീവ് കമന്റ്സ് വരും, ചിലപ്പോൾ നെഗറ്റീവ് കമന്റ്സ് വരും. അതുപോലെ ഇപ്പം കുറേ ഫോളോവേഴ്സിൽ 200K അബവ് ഉള്ള ഫോളോവേഴ്സ് ഉണ്ട് ക്രിസ്ത്യൻ മരിയയ്ക്ക്. അപ്പം ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുമ്പം നെഗറ്റീവ് കമന്റ്സ് ഒബ്വിയസ്ലി വരുമായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് കമന്റ്സ് വരും. ഹൗ ഡു യു റിയാക്ട് ടു ദീസ് നെഗറ്റീവ് കമന്റ്സ്? എനിക്ക് പൊതുവെ നെഗറ്റീവ് കമന്റ്സ് കുറവാണ്. പിന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരുപാട് കമന്റ്സ് ഉള്ളതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ നോക്കില്ല. കുറച്ച് കമന്റ്സ് ഉള്ളതാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഒന്നും എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഞാൻ കാണാറില്ല. കണ്ടിട്ടുണ്ട് ഭയങ്കര മോശമുള്ള കമന്റ്സ് ആണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. അല്ലാണ്ട് ഞാൻ അവരെ പോയി ചീത്ത വിളിക്കാൻ അങ്ങനത്തെ ഡിലീറ്റ് ചെയ്യും. ചിലപ്പോൾ ഒരാളെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ എന്നാ പിന്നെ 2 പറയാം എന്ന് തോന്നുന്നവരുണ്ട്. ഒരാളിപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില വീഡിയോക്ക് നെഗറ്റീവ് വീഡിയോ ആണെങ്കിൽ പോലും
പോസിറ്റീവ് കമന്റ്സ് മാത്രമാണെങ്കിൽ ആരും ചിലപ്പോൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നെഗറ്റീവ് കമന്റ് ഇടില്ല. പക്ഷെ ഒരാൾ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ടെൻഡൻസിയാണ് ഇടാൻ വേണ്ടിയിട്ട്. എന്തിനാ വെറുതെ നമ്മൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് ഇടാനും നമ്മളായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കണല്ലോ. അപ്പൊ എന്തെങ്കിലും കണ്ടാൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നെ ഈ റീസെന്റ് ആയിട്ട് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തതിന്റെ ഒരു വീഡിയോ, അത് ഞാനൊരു കുറച്ച് ഒരു തേപ്പ് ഇതാണ്, അതിന്റെ താഴെ ഞാൻ കുറച്ചധികം നെഗറ്റീവ് കമന്റ്സ് കണ്ടു. അതാണ് ഞാൻ കുറച്ചധികം എന്റെ വീഡിയോയ്ക്ക് നെഗറ്റീവ് കമന്റ്സ് കണ്ടൊരു സാധനം. അത് അതിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ വലിയ നെഗറ്റീവ് കമന്റ്സ് വരില്ല, വന്നാലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അല്ല, അപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ തോന്നിയിട്ടുണ്ടോ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് ഒരു പണിയില്ല, ഇല്ലെങ്കിൽ ചുമ്മാ ആൾക്കാരെ നമ്മളെ ഡൗൺ ആക്കാൻ വേണ്ടി ഇടുന്നെന്ന് തോന്നിയിട്ടുണ്ടോ? അതിപ്പോ അവരുടെ മെന്റാലിറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. തോന്നിയിട്ടുണ്ട്, ഉറപ്പായിട്ട് ഒരു പണിയില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇടുന്നത്. അപ്പോൾ അവരുടെ മെന്റാലിറ്റി ഇനിയിപ്പം നമ്മളിനി പറഞ്ഞ് തിരുത്താനൊന്നും നമുക്ക് ആരും തിരുത്താൻ പറ്റില്ല. അവര് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്ന് എഴുതിയിട്ട് പിന്നെയും കൂടുതൽ പറയാനായിരിക്കും അവർക്ക് ഒന്ന് പറഞ്ഞു. ഒന്ന് തുടങ്ങി എനിക്ക് അതെ, അതുകൊണ്ട് പിന്നെ അതവരുടെ മെന്റാലിറ്റി, അതത്രേ കണ്ടിട്ടുള്ളൂ. ഞാനൊരു പോസ്റ്റർ കണ്ടതാണ്, ക്രിസ്ത്യൻ മരിയയുടെ ഷോർട്ട് ഫിലിം. ലൈക്ക് റീസെന്റ് ഞാനൊരു പോസ്റ്റ് അല്ല, ലൈക്ക് അതിന്റെ ടീസർ കണ്ടതാണ്. ആൻഡ് ഐ ഓൾസോ സോ ദ പോസ്റ്റ്. കരാളി എന്ന് പറഞ്ഞിട്ട് ബൈ മിഥുൻ രവീന്ദ്രൻ ഡയറക്ടർ. ആൻഡ് അത് ഞാൻ കണ്ടപ്പോഴത്തേന് ഇറ്റ്സ് ലൈക്ക് ഐ ഫെൽ സോ മച്ച് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് ടീച്ചർ കണ്ടിട്ട്. അതിനെക്കുറിച്ച് എന്തോ പറയാനുള്ളത്? ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ തന്നെ ആദ്യം ചെയ്ത ഭൂതകാല പ്രയാണം എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ റൈറ്ററാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പോ ചെന്നപാടെ എന്നോട് ഈ കഥ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരെണ്ണമുണ്ട്, നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെ അധികം കാര്യങ്ങൾ, ലൈക്ക് ഒരു കഥ നമ്മൾ കാണുന്നതിൻ്റെ ഉള്ളിൽ പല കഥകളുള്ള കൈൻഡ് ഓഫ് ഒരു ഷോർട്ട് ഫിലിമാണിത്. അതിന്റെ ടീച്ചർ ഞാൻ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ അതിനകത്ത് എല്ലാ ഷൂട്ടിലും ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ചെറിയ പോർഷൻ കണ്ട് ഇങ്ങനെ അപ്പൊ എനിക്കൊരു വൺ ഡേ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ചെന്ന് ഷൂട്ട് കഴിഞ്ഞു. അതിന് മുന്നത്തെ ഒന്നും എനിക്കറിയില്ല. ഈ ടീച്ചർ കാണുമ്പോഴാണ് ഞാൻ അതിന്റെ ഇതൊക്കെ കാണുന്നത്. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു, നല്ല എഫേർട്ട് ഇട്ട് ചെയ്തതാണല്ലോ. ഒരു പൊളിറ്റിക്കലി പൊളിറ്റിക്കൽ ചെറിയ ചെറിയ ഭാഗം കണ്ടപ്പോൾ അത് വേറൊരു രീതിയിൽ കഥ പറയും. ലൈക്ക് അതാണ് അതിന്റെ ശരിക്കും അതിന്റെ കഥ കുറച്ച് പൊളിറ്റിക്കൽ റിലവൻസ് ഉള്ളതാണ്, പക്ഷെ അത് വേറെ രീതിക്ക് പറയുന്ന ഒരു ടീസർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതിന്റെ ആക്ച്വൽ ഷോർട്ട് ഫിലിം ഇറങ്ങുന്നത് എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാനിപ്പം ക്രിസ്ത്യൻ മരിയ കാണുമ്പോൾ ഒരു നാടൻ കുട്ടി, ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ സിമിലാരിറ്റി തോന്നിയിട്ടുള്ളൂ. കാവ്യമാധവനൊക്കെ പോലെ ഉണ്ട്, പൊങ്ങണ്ട കാണാം. പക്ഷെ എന്നാലും ആ ഒരു ഗ്രാമീണത കാത്ത് സൂക്ഷിച്ച് നിൽക്കുന്നതാണ് ക്രിസ്ത്യൻ മരിയ. എന്നേലും ഒരു പോയിന്റ് ഇല്ലെങ്കിൽ എന്നേലും ഒരു ഫിലിമിൽ ഇഫ് ദേ ആസ്ക് യു ടു ആക്ട് ഗ്ലാമറസ് ഓർ വേറൊരു വേഷത്തിൽ വരണമെങ്കിൽ ആ ഒരു റോളിന് ദേ ഡിമാൻഡ് ഇറ്റ്, ചെയ്യുമോ ക്രിസ്ത്യൻ മരിയ? എനിക്ക് കോൺഫിഡൻസ് ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിലും ഞാൻ എൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. അതായത് ഇപ്പം ഞാൻ പഠിച്ച ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ അതിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. കാരണം ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ട്, അതിൽ നോളജ് ഉണ്ട്, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് അത് ചെയ്യും. പറ്റാത്ത കാര്യം ചെയ്തിട്ട് വെറുതെ പറ്റാത്തവരോടേക്ക് നിൽക്കണം വേണ്ടല്ലോ. ഇപ്പം ഞാൻ കോൺഫിഡൻ്റ് ആണ് സാരി ഉടുക്കുന്നതിൽ, ചുരിദാർ ഇടുന്നതിൽ, ആ ഒരു അതെനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്, എനിക്കത് പറ്റും. പക്ഷെ മോഡേൺ ഡ്രസ്സിൽ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ല, എന്നെ കൊണ്ട് അത് പറ്റുന്ന പരിപാടിയല്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പറ്റാത്ത പണിക്ക് നിൽക്കില്ല, അതായിരിക്കും നല്ലത്, പറ്റാത്തവരോടേക്ക് നിൽക്കുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന നടിയെ പോലെ ഉണ്ട് കാണാൻ, അല്ലെങ്കിൽ ഈ നടിയുടെ ഒരു ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടോ? ലൈക്ക് ഏത് നടിയെ കുറിച്ചാണ് കേട്ടോ? അങ്ങനെ ഇന്ന ആളെപ്പോലെ എന്നൊന്നും അങ്ങനെ പലരും പല കമന്റ്സ് പറയാറുണ്ട്. ചില വീഡിയോസിൽ ഒരാളെപ്പോലെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ കാവ്യമാധവന്റെ ലൈക്ക് ആ റോളുകൾ, അതിലെ ആ റോളിൽ ഞാൻ റീൽസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ആപ്റ്റാണ് ശരിക്കും. അത് കണ്ണാന്ന് തോന്നുന്നു, നല്ല ഭംഗിയുള്ള കണ്ണുകൾ. അപ്പൊ എനിക്ക് അതാണ് തോന്നുന്നു കുറെ പേര് കണ്ണാണ് മെയിൻ എന്ന് പറയാറുണ്ട് എന്നോട്. കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻസും കണ്ണാണ് മെയിൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ കാവ്യമാധവന്റെ കണ്ണ് ഭംഗിയുള്ളതായിരിക്കും. ഇപ്പൊ ക്രിസ്ത്യൻ മരിയ വയനാട് നിന്നാണല്ലോ. സോ ഏറ്റവും സ്പെഷ്യൽ തിങ് അബൌട്ട് വയനാട്, ഇഫ് യു വാണ്ട് ടു ടെൽ അബൌട്ട് ലൈക്ക് ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ വാട്ട് വുഡ് യു സേ അബൌട്ട് ഇറ്റ്? ബ്യൂട്ടിഫുള്ളോ? ഞാൻ പേഴ്സണലി പോയിട്ടില്ല വയനാടിന്, ഞാൻ ചുറ്റിപ്പറ്റി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുള്ളൂ. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് വയനാട് ഇസ് ലൈക്ക് സോ ബ്യൂട്ടിഫുൾ. അപ്പാർട്ട് ഫ്രം ബീങ് എ ബ്യൂട്ടി, ഒബ്വിയസ്ലി പച്ചപ്പും ഹരിതാപവും ഊഷ്മളതയൊക്കെ ആയിരിക്കും. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്തായിരിക്കും വയനാട് ലൈക്ക്? ഞാനൊരു പുതിയ ആളാണ്, അപ്പോൾ വയനാട്ടിലോട്ട് വരണമെങ്കിൽ ലൈക്ക് എന്തായിരിക്കും ഒരു എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം?
നാട്ടിലൊക്കെ ഇപ്പം താഴേന്ന് ഇവൻ ഞാൻ എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിലും ആ ചുരം കയറി മേലെ എത്തുമ്പോ ഒരു സമാധാനം, ഒരു കാറ്റ്, തണുപ്പ്, അത് നമ്മളെ മനസ്സിനെ തന്നെ ഭയങ്കരമായിട്ട് കൂളാക്കുന്ന ഒരു. ഞാൻ ചിലപ്പം KSRTCക്കൊക്കെ വരുന്നെങ്കിൽ സൈഡ് സീറ്റിലായിരിക്കുന്നെങ്കിൽ ഭയങ്കര അവിടുത്തെ കോടമഞ്ഞ്, ഈവൻ ഉച്ചയ്ക്കോ ആ സമയത്താണെങ്കിൽ പോലും നമുക്ക് അവിടെ ഭയങ്കര കോടമഞ്ഞൊക്കെ കാണാം. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനം. ഇപ്പം നമ്മൾ കാനഡയിൽ നിന്നൊക്കെ പോയിട്ട് എറണാകുളത്തൊക്കെ പോയി ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വയനാട് വരുവാണെങ്കിൽ ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. അടുത്തോട്ട് എന്തായാലും പോയിരിക്കും. കാരണം എനിക്ക് ആക്ച്വലി ഈ സിറ്റി ലൈഫിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കര അത് ഇഷ്ടം, കാംനെസ് ആണ്. അയ്യോ അത് ഭയങ്കര, അത് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ, കാരണം നമ്മൾ പോകുന്ന വഴി, ഈവൻ നമ്മൾ റോഡിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒട്ടും ബിസി അല്ലാത്ത ഒരു സ്ഥലമാണ്. ഒരു ഹറിബറി ഇല്ല. നമുക്കൊരു മനസ്സിനെ നമ്മളൊരു ഈ പറഞ്ഞ പോലെ KSRTCയിൽ ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ പഴയ 90s സോങ് ഒക്കെ പഴയ 90s സോങ് ഒക്കെ വെച്ചിട്ട് ഹെഡ്സെറ്റിൽ ഈ പറഞ്ഞ പോലെ KSRTC ബസിന്റെ സൈഡ് സീറ്റിൽ ഇരുന്ന് പോവാണെങ്കിൽ അടിപൊളി വ്യൂ കണ്ടു പോകാൻ പറ്റും. അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നതാണ്, കാരണം ഞാനൊരു ഭക്ഷണപ്രിയ ആയതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഇത് ചോദിക്കും. ക്രിസ്ത്യന്മാരെ പെട്ടെന്ന് ഇപ്പം വീട്ടിലിരിക്കുക ആൻഡ് യു നീഡ് ടു ഗോ ആൻഡ് ഈറ്റ് സംതിങ്. വയനാട്ടിലാണ്, ഇവിടെ എനിക്കറിയാം എന്താ കഴിയുന്നത്, ബട്ട് വയനാട്ടിലാണ്. അപ്പോൾ വയനാട്ടിൽ ഏറ്റവും പെട്ടെന്ന് പോയി കഴിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടമുള്ള കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? ചോറും കറിയും. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ എനിക്ക് ക്രേവ് ചെയ്യുന്നത് ചോറും കറിയും കഴിക്കാൻ. അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്ത് കറി? ചിക്കൻ കറി? ചോറ്, മോര്, മീൻകറി, ചിക്കൻ ഫ്രൈ. ചോറും കറി എന്ന് പറയുമ്പോൾ ഞാൻ ചോറ് സാമ്പാറും മാത്രമായിരിക്കും. അതാണെങ്കിലും കറികൾ. അതാണ് ഈവൻ ഒരു കറി ഉള്ളെങ്കിൽ ഈവൻ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ മീൻകറി ആണെങ്കിലും മതി എനിക്ക്. പക്ഷെ ചോറ് അത് മാത്രമാണ് ആരെങ്കിലും കഴിക്കുമ്പോൾ എനിക്ക് കൊതി വരുന്നത്. ചോറ് കഴിക്കുന്ന ആളാണെന്നേ പറയില്ല. അത് ശരി, അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വേറെ ഇപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വിഗ്ഗിന്നോ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി തോന്നുമല്ലോ. അപ്പോൾ ഓർഡർ ചെയ്യണമെങ്കിൽ എനിക്ക് ആദ്യം ചോറ് ഓർഡർ ചെയ്യാനേ തോന്നുള്ളൂ. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? അമ്മ ചോറും പിന്നെ വീട്ടിലൊക്കെ ബീഫ് ഉണക്കിയിട്ട് ഞാൻ കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് ചെല്ലുന്നതിന് മുമ്പേ പറഞ്ഞു എനിക്ക് ഒരേ ഒരു സാധനം വേണം. അത് ബീഫ് ഇങ്ങനെ ഉണക്കിയിട്ട് അതിങ്ങനെ ഇടിച്ച് ചതച്ച്. ഇടിയർച്ചയാണോ? അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് മാത്രം മതി എനിക്ക് ചോറുണ്ട്. അതും എന്തെങ്കിലും ഒരു ചാറേറി ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്നത്. അതെനിക്കൊരു നൊസ്റ്റാൾജിയ ആയിപ്പോയി. കാരണം ഞാൻ കഴിച്ചിട്ട് കുറേ നാളുകളായി അത് കഴിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡിനെ കുറിച്ചൊക്കെ ഇത് എൻ്റെ വായിന്ന് വെള്ളമൊക്കെ വന്നിരിക്കുമ്പോൾ ഓക്കെ അടുത്തത് നമുക്ക് പോയി കഴിക്കാം. പക്ഷെ അതിന് മുന്നേ ഇപ്പം ഞാൻ ഇൻട്രഡക്ഷനിൽ പറഞ്ഞു ക്രിസ്റ്റ്യൻ മറിയ ഈസ് എൻ ആക്ട്രസ് ആൻഡ് അതിനെക്കുറിച്ച് വിശേഷങ്ങൾ പറയാമെന്ന്. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ച ഷോർട്ട് ഫിലിം മാത്രമല്ല, ബട്ട് യു ആർ ഇൻ ടു സിനിമ. അത് വലിയൊരു ഫീൽഡിലേക്ക് പോയി. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് അത് എത്തിപ്പെട്ടെ ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മൂവി? ഞങ്ങളുടെ മൂവി യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, UK എന്നാണ് മൂവിയുടെ ടൈറ്റില്. UK അതെ, അതും ഇത് പറഞ്ഞ പോലെ പുറത്തുപോയി പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ കഥ പറയുന്ന ഒരു മൂവിയാണ്. ഗോളം, ഖൽബ് ഒക്കെ ചെയ്ത രഞ്ജിത്താണ് അതിനകത്ത് ആക്ടർ. അരുൺ വൈഗയാണ് ഡയറക്ടർ. സാറ് ചെയ്തിട്ടുണ്ട് ഉപചാരപൂർവ്വം ഗുണ്ടാജയനൊക്കെ ചെയ്ത അതെ ഗുണ്ടാജയനൊക്കെ ചെയ്ത സാറിന്റെ അടുത്ത പ്രൊജക്റ്റ് ആണിത്. അത് ഈ April 25th ഈ ഒരു April എൻഡോടുകൂടെ റിലീസാവും. അപ്പോ അതിനകത്ത് എനിക്ക് കോള് വരുന്നത് എന്നെ ഡയറക്ടർ കോൾ ചെയ്യായിരുന്നു. ഇൻസ്റ്റ ത്രൂ തന്നെയാണ് സാർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാനൊരു കോമഡി റീൽ എന്തോ ചെയ്തു. അപ്പൊ അതിനകത്ത് സംഗീത മാമിന്റെ ചെറുപ്പകാലാണ് ഞാൻ ചെയ്യുന്നത്. സംഗീത മാം ചിന്താവിഷ്ടങ്ങളിലൊക്കെ ഉള്ള സംഗീത മാമിന്റെ ചെറുപ്പകാലാണ് ഞാൻ ചെയ്യുന്നത്. ആ ലുക്കുണ്ട് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ സാറ് ആ ഒരു പർട്ടിക്കുലർ റീൽ, ഒരു കോമഡി റീൽ ചെയ്ത് ആ റീൽ കണ്ടിട്ട് അതെനിക്ക് അയച്ചു തന്നിട്ട് സാർ ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഞാനിങ്ങനെ ഒരു ഫേസിനെ അന്വേഷിക്കുന്നുണ്ട്, ക്രിസ്റ്റ്യൻ ആപ്റ്റാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു ഓഡീഷൻ പോലെ വെക്കുന്നുണ്ടോ, അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ സാർ അന്നാണെങ്കിൽ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി നിൽക്കാണ്. മാർച്ചിൽ ഞാൻ തിരിച്ചു വരും. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു സാർ ഞാൻ മാർച്ചിൽ തിരിച്ചു പോകാൻ നിൽക്കാണ്. അപ്പോൾ സാർ പറഞ്ഞു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും ഷൂട്ട് കഴിയും, അപ്പോൾ എന്തായാലും ഒന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വരാൻ പറഞ്ഞു.
അങ്ങനെയാണ് ഞാൻ മാർച്ചിൽ തിരിച്ചു പോകാൻ വേണ്ടി ഇരുന്ന ഞാൻ 3 മാസത്തെ റെന്റ് ഒക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് അപ്പൊ ഞാൻ ഒരു കോൾ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും നാട്ടിൽ വന്നു അപ്പൊ ഇത് ട്രൈ ചെയ്തിട്ട് പോവാം എന്ന് കരുതിയിട്ട് ഞാൻ റെന്റ് പരിപാടി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോയി മെയ് ഷൂട്ട് കഴിഞ്ഞപ്പോ പക്ഷെ മെയ് ജൂൺ ഒക്കെ ആയി. അങ്ങനെ ജൂൺ ആയപ്പോഴത്തേക്കും ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ എല്ലാരും പറഞ്ഞു എന്നെ കാണാൻ അതുപോലെ തന്നെ എനിക്കെതിരായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മള് ഷൂട്ട് സെറ്റിൽ പോയപ്പോഴും മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴും എല്ലാരും പറഞ്ഞു അതുപോലെ അവിടെ ഉണ്ടായിരുന്ന കുറെ പേര് പറഞ്ഞു നല്ല കറക്റ്റ് കാസ്റ്റ് ആണ് സംഗീത മാമിന്. പക്ഷെ എനിക്കങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സംഗീത മാമിനൊന്നും കണ്ടില്ല. കാരണം നമ്മള് പഴയ കാലാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട ആരൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് ഞാൻ ജോണി ആന്റണി സാറും ഉണ്ടല്ലോ ഞാൻ പോസ്റ്ററിൽ കണ്ടായിരുന്നു. നല്ല ക്രൂ ഉണ്ട്. മഞ്ജു പിള്ള. അപ്പം മൂവിയിലോട്ട് കയറി ഫസ്റ്റ് ഷോട്ട് അവര് എടുത്തപ്പം എന്തായിരുന്നു മനസ്സിൽ? എനിക്ക് നമ്മൾ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മൂവിയിൽ എങ്ങനെയാന്നൊന്നും അറിയില്ലല്ലോ. അപ്പോ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു ആദ്യമായിട്ടല്ലേ മൂവി ചെയ്യുന്നേ, അപ്പോ ക്യാമറ എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കണം. എന്നിട്ട് ക്യാമറ തൊഴുതു, ഡയറക്ടർ സാറിന്റെ അനുഗ്രഹം മേടിച്ചു, ക്യാമറ ചെയ്യുന്ന DOP അനുഗ്രഹം മേടിച്ചു. അങ്ങനെയൊക്കെയാണ് അഭിനയിക്കണത്. പക്ഷെ ഫുൾ മഴയത്തുള്ള സീനായിരുന്നു. അപ്പോ പക്ഷെ രസമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചായ, ഇടയ്ക്ക് നമുക്ക് വെൽ ജ്യൂസ് കിട്ടും, ഫുഡ് കിട്ടും. അത് നല്ല പരിപാടിയാണ്. നല്ല പരിപാടി. അതൊക്കെ നല്ല രസമുള്ള പരിപാടിയായിരുന്നു. കറക്റ്റ് സമയത്ത് ഫുഡ് ഉണ്ടായിരുന്നു. ഓരോ ബ്രേക്കിന് ചായ എല്ലാം ഉണ്ടായിരുന്നു. ഫുഡിന്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. ഒരാൾ മൂവി എക്സ്പീരിയൻസ് എന്താ ചോദിക്കുമ്പോ കറക്റ്റ് സമയത്ത് കിട്ടി അടിപൊളിയായിരുന്നു. ടയർഡ് ആവില്ലല്ലോ. മഴയായിരുന്നെങ്കിലും മഴ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മഴയാണല്ലോ. അത് ഒരു ഷോട്ടൊക്കെ ഞാനാണോ ഒരു എത്ര ഷോട്ട്സ് പോയി? ഫസ്റ്റത്തെ സീൻ ഒരു 3 പ്രാവശ്യമെങ്കിലും എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒന്നുമില്ല, ജസ്റ്റ് നടന്നു വരുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ചിലപ്പോ ക്യാമറ ചെയ്തോണ്ടിരിക്കും. ചിലപ്പോ മഴ കൂടിപ്പോവും, മഴ കുറഞ്ഞു പോകും. അപ്പൊ എല്ലാം സെറ്റ് ചെയ്യണ്ടേ. അപ്പൊ ടേക്ക് എടുക്കും. ഒരുപാട് നടന്നു വരുന്ന സീൻ തന്നെ ഞങ്ങൾ ഒരു 3-4 പ്രാവശ്യം എടുത്തിട്ടുണ്ടാവും. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയല്ലേ? അയ്യോ, അത് വേറെ ഒരു എക്സ്പീരിയൻസ്. ഒരുപാട് പേര് നമ്മൾ ഷോർട്ട് ഫിലിം ഇപ്പൊ ഷോർട്ട് ഫിലിമോ അതൊരു ചെറിയ ഒരു ഫ്രെയിം അതല്ലോ, ഇത് വലിയൊരു ഇതിലോട്ട് പോകുമ്പോ അതുപോലെ ക്രൂ ഉണ്ടാവും. ഇഷ്ടം പോലെ ആൾക്കാർ ചുറ്റും കുറേ പേര് നിന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതും എക്സ്പീരിയൻസ് ആട്ടോ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അതെ, അത് ഫസ്റ്റ് മൂവി അല്ലേ? ഫസ്റ്റ് മൂവിയാണ് ക്രിസ്ത്യൻ മലയാളം. ഞാനിപ്പം മൂവീസിനെ കുറിച്ച് ഡിസ്കഷൻ വന്നോണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പം കാസ്റ്റിംഗ് കൗച്ച് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്. ഐ തിങ്ക് കുറേ നാൾ മുന്നേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും കേട്ടിട്ടുണ്ടോ. ഞാൻ ഈയിടെയായിട്ടാണ് കുറേ അത് കേൾക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ച്, നോട്ട് ജസ്റ്റ് മലയാളം ബട്ട് ഹിന്ദി, കന്നഡ എല്ലാ മൂവീസിലും കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ എം ജസ്റ്റ് ആസ്കിങ് ഇസ് ഇറ്റ് റിയലി ദെയർ? ആ ഒരു വേർഡ് ഉണ്ടോ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്? ഉറപ്പായിട്ടും ഉണ്ട്. നമ്മള് ഇപ്പൊ ന്യൂസിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് കേൾക്കുന്നത് ഉറപ്പായിട്ടും അത് ഉണ്ട്. പക്ഷേ ഇപ്പം ഞാനും ഇപ്പൊ സൗമ്യ ഇരുന്ന് ചോദിക്കുന്ന പോലെ ഇത് ഉണ്ട്, സംവേർ എവിടെയോ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കും എന്നോട് ഇങ്ങനെ എന്റെ മൈൻഡിൽ ഇത് ഒരാള് ഒരു സ്ട്രേഞ്ചർ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുവോ, അങ്ങനെ ചോദിക്കാൻ എന്ത് ധൈര്യം വേണം ഒരാൾക്ക്? ലിറ്ററലി എന്താ ആള് ചോദിക്കണത് അല്ലേ? ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളോട് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഞാനിത് എവിടെയൊക്കെ നടക്കുമായിരിക്കും, നമുക്കൊന്നും നടക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന കാര്യം. പക്ഷെ നമ്മളോട് ഇതുപോലെ ഒരു റോളുണ്ട്, നമ്മളോട് ഇതിന്റെ എന്താ ആ കാസ്റ്റിംഗ് ഡയറക്ടർ ഒന്നുമല്ല, കാസ്റ്റ് ചെയ്യുന്ന ഒരു ടീമിലുള്ള ഒരാളാണ് സംസാരിച്ചത്. അപ്പൊ എന്നോട് ഇങ്ങനെ ഒരാള് വളരെ ഓപ്പൺ ആയിട്ട്, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ആളെ മീറ്റ് ചെയ്യുന്ന ആള്, ഇങ്ങനൊരു മൂവി ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ് വേണോന്ന്, ഇങ്ങനൊരു മൂവി ഉണ്ട്, ക്രിസ്റ്റിന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓക്കെ, മീറ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ വളരെ ഓപ്പൺ ആയിട്ട്, ആദ്യമായിട്ട് എന്നെ കാണുന്നത് പുള്ളിനെ, ഞാനും പുള്ളിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് എന്നെ ചോദിച്ചു സിനിമയെ പറ്റിയൊക്കെ അറിയാലോ? അപ്പൊ ഞാൻ ഇല്ല അറിയില്ല. അപ്പോ പറഞ്ഞു അല്ല അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും. ഓക്കെ. അപ്പൊ ഞാൻ എന്നിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ചത്ത് കളയും എന്ന് പറഞ്ഞ് നടക്കുന്ന കുട്ടിയൊന്നും അല്ല. എന്നോട് ഇങ്ങനെ പറയാൻ ചേട്ടൻ എന്ത് ധൈര്യം വേണം എന്ന് ഞാൻ ചോദിച്ചു. ലിറ്ററലി ഞാൻ ആ സമയത്ത് സ്റ്റക്കായി പോയി. കാരണം നമ്മൾ ഷോക്ക്ഡ് ആയി. സം സ്ട്രേഞ്ചർ ഒക്കെ അറിയുന്നവരെ പിന്നെ വഴക്ക് പറയാം, സ്ട്രേഞ്ചറെ വന്നിട്ട് നമ്മൾ
നമ്മളിപ്പോ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, കുറച്ച് നാൾ സംസാരിച്ച് കണ്ടുവരുന്നൊക്കെ ആയിട്ടാണെങ്കിൽ എടോ ഇതാണ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് പറയുവാണെങ്കിൽ നമുക്ക് പറയാം ചേട്ടാ എനിക്ക് താല്പര്യമില്ല. ഇത് വളരെ ആദ്യമായിട്ട് കാണുന്ന ഒരാള് എങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ള കാര്യം എന്നോട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ടെന്ന്. പക്ഷെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അയ്യോ ഭയങ്കര ഒരു അവസ്ഥയാണ്. എന്നിട്ട് പുള്ളിയെന്ന് പറഞ്ഞു ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്, പുള്ളിക്ക് അത് വളരെ കോമൺ ആയിരിക്കും, നമുക്കല്ലോ. ബിക്കോസ് ഇപ്പൊ ക്രിസ്ത്യൻ മരിയ ലൈക്ക് യു ഡിഡ്ന്റ് ബോദർ. ഇപ്പൊ എനിക്ക് സിനിമ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഇതല്ല എന്റെ ബ്രെഡ്. പക്ഷെ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ സിനിമ ഡ്രീം ചെയ്ത് പോകുന്നവർക്ക് ലൈക്ക് ഇതിൽ കടക്കണം, സിനിമ ആണ് മെയിൻ, ഇതാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ കാസ്റ്റിംഗ് കൗച്ചിൽ വന്നേ പറ്റുമായിരിക്കും അല്ലേ? അതാണ് ഞാൻ തോന്നുന്നത്. ലൈക്ക് ചിലപ്പോൾ അവർക്ക് നോ പറയാൻ പറ്റുന്നില്ലായിരിക്കും. അത് ഇപ്പൊ എന്റെ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ എല്ലാരും നോ പറയാത്തിടത്തോളം കാലം ഇത് തീരില്ല. ഇതിപ്പോ എന്താ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല എന്നുണ്ടെങ്കിൽ ആരും ചോദിക്കാനും പോവില്ല. ചോദിച്ചിട്ട് എല്ലാരും നോ പറയുകയാണെങ്കിൽ ഈ സാധനം ഇവിടെ നിൽക്കും. പക്ഷെ എല്ലാരും നോ യെസ് പറയാൻ ആൾക്കാരുള്ളിടത്തോളം കാലം ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പീപ്പിൾ ടേക്ക് അഡ്വാൻറ്റേജ് അല്ലേ? ഉറപ്പായിട്ടും. പക്ഷെ ഇപ്പത്തെ എനിക്ക് തോന്നില്ല കേട്ടോ. ഇപ്പൊ സിനിമ പാഷനായിട്ട് വരുന്നവര്, ഡയറക്ടേഴ്സ്, സിനിമ പാഷനായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ പുതിയതായിട്ട് വരുന്നവര്. സിനിമയിൽ നല്ല സിനിമ ചെയ്യണമെന്നും ഒരു സിനിമയാണ് എന്റെ പാഷൻ എന്നൊക്കെ വിചാരിച്ച് വരുന്നവരുണ്ട്. അവര് ഇതിനൊന്നും നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ലാണ്ട് ഇത് യൂസ് ചെയ്യുന്നവരുണ്ട്. അതും എല്ലാവരും നല്ല സിനിമ ചെയ്യുന്ന ടീമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഇതിനു വേണ്ടി തന്നെ നടക്കുന്നവരായിരിക്കും. എന്നോട് ചോദിച്ച ആളും ഇങ്ങനത്തെ ആളാന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പം ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു ഷോക്ക്, ചിലപ്പോൾ നമുക്കൊരു ഷോക്ക് ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ മരിയ കൺഫ്യൂസ്ഡ് ആയിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ മൂവി ഇൻഡസ്ട്രിയിലോട്ട് പോകണം, ഇല്ലെങ്കിൽ പലരും എന്നോട് ഇങ്ങനെ ചോദിക്കും, അങ്ങനെ ഒരു കൺഫ്യൂസ് ഇല്ലെങ്കിൽ പേടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാരും അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും. എന്തിനാ ഇങ്ങനെയൊക്കെ കേൾക്കും? നമ്മളുടെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുന്ന ഒരു ആണല്ലോ. അങ്ങനെ ഒരു ആൾ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ. ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കി നമുക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ലാത്തൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എല്ലാവരും അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം. വേറെ ഓഫേഴ്സ് നല്ല ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഓഫേഴ്സ് വന്നപ്പോൾ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും തിരിച്ചു വരേണ്ട സമയമായി. പിന്നെ ഞാൻ പോരുന്നതിന് കുറച്ച് മുമ്പാണ് കുറച്ചധികം എൻ്റെ ഷോർട്ട് ഫിലിം ഒക്കെ ഇറങ്ങണത്. ആ സമയം കഴിഞ്ഞപ്പോൾ കുറച്ചധികം ഓഫേഴ്സ് വരാൻ തുടങ്ങി. പക്ഷെ ഒരു രക്ഷയില്ല, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയില്ലേ. അതുകൊണ്ട് തന്നെ അത് എടുക്കാൻ പറ്റിയില്ല. എന്തൊക്കെ ഓഫേഴ്സാ വന്നേ? എനിക്ക് ഏഷ്യാനെറ്റിന്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അത് കുറച്ച് അധികം നാളത്തേക്കുള്ള ഒരു വർക്കായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താന്നുള്ളൊരു കൺഫ്യൂഷൻ. ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നിൽക്കണോ പോകണോ എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾക്ക് എന്തിൽ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുള്ളൊരു ആൻസർ എനിക്ക് വേണ്ടി വന്നപ്പോൾ ഞാൻ തിരിച്ചു വരാം. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് കുറച്ചും കൂടെ ഹാപ്പി ആയിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട്, സെൽഫ് റെസ്പെക്ട്. പിന്നെ വീട്ടുകാർക്കും അതാണ് താല്പര്യം. അങ്ങനെ എല്ലാം കൊണ്ടും ഞാനിങ്ങനെ കുട്ടിയും കഴിച്ചും ഒക്കെ നോക്കിയപ്പോ ഓക്കെ തിരിച്ചു വരാം. അതാകുമ്പോൾ നമുക്കൊരു സെക്യൂർഡ് ആയിട്ടുള്ള ജോബ് ഉണ്ട്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഏർണിങ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും തിരിച്ചു വരാന്നുള്ളൊരു ഡിസിഷനിലോട്ട് അങ്ങനെ എത്തിയത്. പിന്നെ തമിഴ് മൂവിന്ന് ഓഫേഴ്സ് രണ്ട് എനിക്ക് ഓൾറെഡി ഒരു തമിഴ് മൂവിന്ന് വന്നിരുന്നു. പക്ഷെ അതിന്റെയും ഷൂട്ട് അവര് നീട്ടി വെച്ച് അവസാനം ഈ ജനുവരിയിൽ വരെ ഷൂട്ടായി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോഴേക്കും എന്റെ സിസ്റ്ററിന്റെ മാരേജ് ആയി. അപ്പം അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഈ പോരാൻ നേരമായപ്പോഴാണ് വേറൊരു ഓഫർ വരുന്നത്. അപ്പം അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഏഷ്യാനെറ്റിന്റെ ചെയ്യണം എന്നുണ്ടായിരുന്നു ആക്ച്വലി, ഈ ബാക്കി രണ്ടിനെ കഴിഞ്ഞു. കാരണം അത് കുറച്ചും കൂടെ റെക്കഗ്നൈസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഉപ്പുമുളകിന്റെ ഒക്കെ ഡയറക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിരുന്നു. റെമ്യൂണറേഷനും ഉണ്ട്, നല്ല റെമ്യൂണറേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ ഇതായിരിക്കും ഇവിടെ തിരിച്ചെത്തണം എന്നുള്ളതായിരിക്കും വിധി. ഇനി പ്ലാൻ ഉണ്ടോ പോയി അഭിനയിക്കണം? ഇല്ല, പ്ലാൻ കഴിഞ്ഞു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു അറ്റംപ്റ്റ് നടത്തണമെന്നുണ്ടായിരുന്നു, ചെയ്തു, അത് നടത്തി പോകുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഇങ്ങോട്ട് ലൈക്ക് ഇവിടെ ചെയ്യും, ബട്ട് ഇനി നാട്ടിലോട്ട് പോയില്ല. അത്രയ്ക്കും നല്ല, കാരണം ക്രിസ്ത്യൻ മരിയയുടെ കുറെ ഫാൻസ് ഉണ്ട് ഇവിടെ. അപ്പൊ ക്രിസ്ത്യൻ മരിയയുടെ ഫാൻസിനോട് ഇല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ അവർ ഷോക്ക്ഡ് ആയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്തത് ഇവിടെ ചെയ്യും,
ഇവിടെ നാട്ടില് ചെയ്യുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, അത് ഞാൻ റീൽസിലാണെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോ സിനിമയെ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളതല്ലേ. അപ്പം റീൽസ് ഇവിടുന്നാണെങ്കിലും ചെയ്യാം. അതുകൊണ്ട് ഇനിയിപ്പം ഇവിടെ ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ചു. That's nice. ഇപ്പൊ ഞാൻ സിനിമയെ കുറിച്ച് ഡിസ്കഷൻ ചെയ്തോണ്ട് ഞാൻ ചോദിച്ചാണ്. ഞാൻ ചില ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസന്റെ സെറ്റ് അല്ലെങ്കിൽ ബേസിലിന്റെ സെറ്റ് ഒക്കെ ഭയങ്കര വൈബാണ്, ഭയങ്കര ഫണ്ണാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കതിനെ തോന്നും ലൈക്ക് ഓക്കെ നമുക്കതിനെ ലൈക്ക് അതിലുള്ളിലുണ്ടെന്ന് നമുക്ക് തോന്നും. അങ്ങനെ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ് സെറ്റിൽ? എന്തെങ്കിലും ഒരു ഫൺ ഇൻസിഡന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ആകെ 6 days ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ പറഞ്ഞ ഫുഡ് നല്ലതായിരുന്നു. പിന്നെന്താ പറയാ, ഡയറക്ടറൊക്കെ ആണെങ്കിലും ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ സാറിനോട് ഇപ്പോഴും ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര ഒരു നന്ദി എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നവരാണ്. അതിപ്പം സാറ് പിന്നീടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കൊക്കെ റെസ്പെക്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആദ്യമായിട്ടാണ് സെറ്റ് ചെല്ലുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു ഡയറക്ടർ സാറായിരുന്നു കുറേയും കൂടെ നമ്മളെ ഒരു റെസ്പെക്റ്റിൽ സംസാരിച്ചത്. ഇവ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിലൊക്കെ നിങ്ങൾ ആദ്യം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് സാറ് ഭയങ്കര നമുക്കൊരു റെസ്പെക്റ്റ് തന്ന മനുഷ്യനാണ്. എൻ്റെ ആദ്യത്തെ മൂവി ആണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കാത്തൊരു റെസ്പെക്റ്റ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു റെസ്പെക്ട് നമുക്ക് തരുന്നത് എല്ലായിടത്തുനിന്നും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നില്ല. ഈവൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുമ്പോൾ പോലും നമ്മളെല്ലാവരും അങ്ങനെ കാണണമെന്നില്ല. പക്ഷെ ഇതിലെ ഡയറക്ടർ ബാക്കിയുള്ള ക്രൂവിനെ കഴിഞ്ഞും റെസ്പെക്റ്റിലാണ് ഡയറക്ടർ സാർ ബിഹേവ് ചെയ്തത്. ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് ആകെ 6 ദിവസമുണ്ട്, ആകെ ഇച്ചിരിപ്പറ മുഖം കാണാം, അതിൽ കണ്ണ് എവിടാ, മൂക്ക് എവിടാ, വാ എവിടാ, ഞാൻ എവിടാ, അതെ ഞാൻ എവിടുന്ന് എക്സ്പീരിയൻസ് എടുത്തു. ഇറ്റ് വാസ് ഫൺ. എവിടെയെങ്കിലും വെച്ച് ക്രിസ്ത്യൻ മരിയനെ ആരെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഫാൻ വന്ന് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടോ ക്രിസ്ത്യൻ മരിയ അല്ലേ ഒരു ഓട്ടോഗ്രാഫ് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നാട്ടിൽ എനിക്ക് അങ്ങനെ ഒരു ഫാൻ സിറ്റുവേഷൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവിടെ. അപ്പോൾ അവിടെ നമ്മളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് തന്നെ വലിയ കാര്യം. അങ്ങനെ എന്നോട് ആരെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്നല്ലേ, വീഡിയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലാണ്ട് ഇവിടെ കാനഡയിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറൊക്കെ ഉണ്ട്. അത് വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ആദ്യമൊക്കെ നമ്മളോട് ഏറ്റവും ആദ്യമൊക്കെ നമ്മളോട് വീഡിയോസ് കാണാറുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പൊ ഞാനിപ്പോ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്ററിൽ കണ്ട് എനിക്ക് തോന്നുന്നു കാനഡയിൽ ഫാൻ പേജ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ക്രിസ്ത്യൻ മരിയ ആയിരിക്കും. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഒരു ഫാൻ പേജ് തന്നെ ഉണ്ട് ക്രിസ്ത്യൻ മരിയക്ക്. അതിനെ കുറിച്ച് എന്താണ് എന്റെ റിയാക്ഷൻ, എന്താണ് പറയാനുള്ളത്? എന്നോട് വേറെ ആരോ ആണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, ക്രിസ്ത്യൻ എനിക്കൊരു ഫാൻ പേജ് ഉണ്ടായിട്ടുണ്ട്. ഇതാ ആരാണാവോ? അതിൽ തന്നെ ഉണ്ട് നല്ല ഫോളോവേഴ്സ് തോന്നുന്നു. അതെ, അതാ കുഴപ്പമില്ലാത്ത ഫോളോവേഴ്സ്. അത് കണ്ണൂരുള്ളൊരു പയ്യനാണ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്നേഹമുള്ളൊരു പയ്യനാണ്. ഇത്തവണ നാട്ടിൽ ചെല്ലുമ്പോൾ കാണണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആരോട് അങ്ങനെ പറഞ്ഞൊന്നുമില്ല തിരിച്ചു വരുന്ന കാര്യം. അതുകൊണ്ട് കാണാനൊന്നും പറ്റില്ല. അതിൻ്റെ ഞാൻ തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആളെനിക്ക് പിന്നെ മെസ്സേജ് ചേച്ചി കാണാൻ പറ്റിയില്ലല്ലോ, ലൈക്ക് എത്ര എനിക്കറിയില്ല, ഇപ്പൊ ഡിഗ്രി എന്തോ പഠിക്കുന്ന കുട്ടിയാ, എനിക്ക് ഭയങ്കര കുഞ്ഞു കുട്ടിയാ. അപ്പോ കാണണം ഞാനും വിചാരിച്ചിരുന്നു കാണണം എന്ന്, പക്ഷെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് കേട്ടോ. ചിലപ്പോ വീഡിയോസ് ഒക്കെ എഡിറ്റ് ഞാൻ ആക്ച്വലി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നാ പേജ്, ഞാൻ കാണാറുണ്ട്. എഡിറ്റഡ് വേർഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് വരുമ്പോൾ ഷെയർ ചെയ്യുന്നത് ഇനീഷ്യേറ്റീവ് എടുത്ത് നല്ലോണം ചെയ്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ അറിയാത്ത ഒരാൾ നമുക്ക് വേണ്ടി എഫേർട്ട് ഇടുന്നത് തന്നെ ഭയങ്കര കാര്യമാണ്. അപ്പൊ ഞാൻ തന്നെ വിചാരിക്കും, ഞാനിപ്പോ ഭയങ്കരമായിട്ട് വീഡിയോ ഇടുന്നത് വളരെ കുറഞ്ഞു. ഞാനിപ്പോ ഇവിടെ വന്ന് കുറച്ച് തിരക്കായിപ്പോ ഇടയ്ക്ക്. അപ്പൊ എന്നോട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും, ചേച്ചി എന്താ വീഡിയോ ഇടാത്ത, ചേച്ചി ഇത്ര നാളായി, ചേച്ചി 1 മാസമായി, ചേച്ചി 2 മാസമായി, ചേച്ചി 3 മാസമായി എന്നിങ്ങനെ കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരും. ഇത്രയും ആയിട്ടോ വീഡിയോ ഇട്ടിട്ട്, വീഡിയോ ഇട് എന്നൊക്കെ പറയും. അതന്നെ കാണാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. നെക്സ്റ്റ് ടൈം. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന ഒരു ഫണ്ണി റൗണ്ടാണ്. ഇറ്റ്സ് കോൾഡ് നെവർ ഹാവ് ഐ എവർ. ഞാൻ ഇംഗ്ലീഷിൽ പറയാം ആൻഡ് യു ക്യാൻ റിപ്ലൈ ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം, whatever it is. നെവർ ഹാവ് ഐ എവർ forgotten my lines on set. ഉണ്ടായിരുന്നോ? ലൈൻസ് ഉണ്ടായിരുന്നോ? ഡയലോഗ്സ് ഉണ്ടായിരുന്നോ? മൂവിയിലല്ല, ഷോർട്ട് ഫിലിമിലൊക്കെ ഉണ്ടല്ലോ. forgotten ലൈക്ക് മറന്നിട്ടുണ്ടോ? അതോ ആരെങ്കിലും പ്രോംപ്റ്റ് ചെയ്തോ? മറക്കൂലോ. ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് എന്താ? അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയൊന്നുമില്ല. പുളിക്കഥയിൽ തന്നെ ആയിരിക്കുമല്ലോ, എനിക്ക് ഓർമ്മയില്ല.
പക്ഷെ ഞാൻ പെട്ടെന്ന് ഡയലോഗ് പഠിക്കുന്ന ഒരു ആളാണ്. ഓക്കെ പഠിച്ച് സെറ്റപ്പ് ആയിട്ടാ പറയാൻ. ഞാൻ ഇപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം പഠിക്കാൻ നോക്കും, മറക്കാതിരിക്കാൻ നോക്കും. പക്ഷെ മറക്കില്ലാന്ന് ഞാൻ പറയില്ല, ഉറപ്പായിട്ടും മറക്കും. നമ്മൾ ചിലപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരാൾ അയാള് പറയുന്നൊക്കെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മറക്കും. പക്ഷെ കൂടുതലും ഞാൻ പെട്ടെന്ന് പഠിക്കും. Never have I ever posted something and immediately regretted it. ഉണ്ടാവും, ഉറപ്പായിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അത് ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. റീസെന്റ് ആയിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? റീസെന്റ് ആയിട്ട് ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, ഞാനിപ്പോ റീസെന്റ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും. അത് അയ്യോ എന്റെ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു ഡ്രസ് ലൈക്ക് മിക്കവാറും ഡ്രസ്സിന്റെ പ്രോബ്ലം കൊണ്ട് നെഗറ്റീവ് കമന്റ്സ് സഹിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ടോപ്പ് ഇട്ടു, അതിന്റെ അടിയിൽ ഞാൻ ലെഗിൻസ് ആണ് ഇട്ടത്. പക്ഷെ ലെഗിൻസിന് കുറച്ച് സ്കിന്നി കളറായി, സ്കിന്നി അല്ല കുറച്ചൊരു ബ്രൗൺ കളർ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് കാണില്ല. അയ്യോ അത് ഞാൻ ഡിലീറ്റ് ചെയ്തെന്നാണ് എന്റെ ഒരു നിഗമനം. പക്ഷെ ഭയങ്കര വ്യൂസ് ആയിരുന്നു. കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഈ കുട്ടി പാന്റ് ഇട്ടിട്ടുണ്ടോ, ഈ കുട്ടി പാന്റ് ഇട്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് ഫുൾ കമന്റ്. പക്ഷെ ഭയങ്കര വ്യൂസ് ആയിരുന്നു അതിന്. ആൾക്കാർക്ക് അങ്ങനെ കമന്റ് കൂടുന്നതിനനുസരിച്ച് വ്യൂ കൂടുമല്ലോ. ഞാൻ സാധനം സൈ കെട്ടിട്ട് ഡിലീറ്റ് ചെയ്തതാണ്. Oh, that's nice, yeah. Never have I ever googled myself. ഉണ്ട്, ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. വരുമോ? ഗൂഗിൾ ചെയ്താ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരും, പിന്നെ എന്തൊക്കെയോ വരും. യൂട്യൂബിൽ നമ്മൾ ചെയ്ത ഷോർട്ട് ഫിലിമിന്റെയോ അതൊക്കെ വരും. വരും, ഞാനുണ്ട്, ഗൂഗിളുണ്ട്. Never have I ever said yes to a role I hated just for the exposure. ഞാൻ ആക്ച്വലി അങ്ങനെയല്ല, എനിക്കിഷ്ടമല്ല. പക്ഷെ ഞാനിപ്പോ റെമ്യൂണറേഷൻ നാട്ടിലായിരുന്നപ്പോ എനിക്ക് പരിപാടി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ റെമ്യൂണറേഷൻ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ റോള് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ വെറുതെ അതെ, നോ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് നോ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, എല്ലാത്തിനും നോ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാ. അത് ഭയങ്കര നെഗറ്റീവ് ആണ് എന്റെ. പക്ഷെ എനിക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ എന്താ റെമ്യൂണറേഷൻ കൂട്ടി പറയും. അപ്പൊ അവര് വേണ്ടാന്ന് അവരെന്നെ വെച്ച് പൊക്കോളൂ അങ്ങനെ. Never have I ever cried after reading a bad comment. Hey, never. ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല നമുക്ക്. Never have I ever stalked another creator's engagement out of curiosity. I did. ചെയ്തിട്ടുണ്ട്. അത് പറയണ്ട. ഇല്ല, പറയൂല. നമ്മളിപ്പോ ഷോയിന്റെ ഓൾമോസ്റ്റ് തീരാറായി. അപ്പം ഇപ്പൊ ഒരു ഡ്രീം ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡ്രീം ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. ഐ നോ ലൈക്ക് തിരിച്ച് നാട്ടിപ്പോൾ യു ഡോണ്ട് വാണ്ട് ഫോക്കസ് ഓൺ ഇറ്റ്, ബട്ട് എന്നേലും ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് യു വാണ്ട് വർക്ക് വിത്ത് ദിസ് പെർട്ടിക്കുലർ ഡയറക്ടർ ഓർ ആക്ടർ, ഹൂ വുഡ് ബി? ഞാനൊന്നും ചിന്തിച്ചിട്ടില്ലേ ഒരാളോട് അഭിനയിക്കണം, അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ആരാണ് ഫേവറേറ്റ് ആക്ടർ? ആരാണ്? അങ്ങനെയൊന്നും ആരുമില്ല. Oh my God. Seriously, വിജയിന് ഇഷ്ടമാണ്. പക്ഷെ വിജയ് സിനിമ നിർത്തുവാണ്, അതുകൊണ്ട് ആ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എനിക്കിനി ഓപ്ഷനേ ഇല്ല. ഞാൻ അല്ലാണ്ട് ഒരാളോട് അഭിനയിക്കുന്നൊന്നും ഡ്രീം ചെയ്തിട്ടില്ല. ഡയറക്ടേഴ്സും ഇല്ല. ഇപ്പം വർക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ ആദ്യം കാണുന്ന ഒരു മൂവി ഏതായിരിക്കും? കുമ്പളങ്ങി നൈറ്റ്സ് ഭയങ്കര കുമ്പളങ്ങി നൈറ്റ്സ് ഇഷ്ടമാണ്. അതിലെന്താണ് ഇഷ്ടം കുമ്പളങ്ങി നൈറ്റ്സിൽ? അയ്യോ, അത് എടുത്തു വെച്ചിരിക്കുന്നത് ഭയങ്കര ഇത്രയ്ക്ക് ഭയങ്കര ഒറിജിനാലിറ്റി ഉള്ള ഒരു ക്ലാസിക് മൂവി എന്നൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് എന്ത് രസമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സൗബിന്റെ ആക്ടിംഗ് ഒക്കെ ലൈക്ക് സോ ഗുഡ്, ഭയങ്കര ഇഷ്ടം. ഫഹദ്, ഓ മൈ ഗോഡ്, സോ ഗുഡ്, ഒന്നും പറയാനില്ല. അതിനകത്തെ പാട്ട് എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പാട്ടുകളാണ്. എല്ലാ പാട്ടും, അയ്യോ എല്ലാ പാട്ടും അടിപൊളിയാണ്. സ്ഥിരം ഞാൻ കേൾക്കുന്ന ആ പാട്ടാണ്. അത് ഭയങ്കര അതിനകത്ത് എല്ലാ പാട്ടും ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള നല്ല പാട്ട്, പറഞ്ഞാനൊക്കെ പറ്റിയത് ടൈപ്പ് ഓഫ് പാട്ടും എല്ലാം കൊണ്ട് അടിപൊളി ഒരു മൂവിയാണ്. ഇപ്പൊ പാട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഐ നോ ലൈക്ക് ക്രിസ്റ്റി മരിയ ഈസ് ലൈക്ക് വെരി ഗുഡ് സിംഗർ. ഞാൻ കേട്ടിട്ടുണ്ട് പേഴ്സണലി, ലൈക്ക് സോ ഗുഡ്. എപ്പോഴേലും ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കാം പീസ് കിട്ടാൻ വേണ്ടി കേൾക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? അങ്ങനെ ഒരു പർട്ടിക്കുലർ സിംഗറിന്റെ പാട്ടല്ല, പക്ഷെ എനിക്ക് ചില പാട്ട് ഇങ്ങനെ എത്ര കേട്ടാലും മതി വരാത്ത കുറെ പാട്ടുണ്ട്. ഹിന്ദിയിൽ ലാലിഷ്ക് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പിന്നെ അയ്യോ അതിങ്ങനെ എത്ര കേട്ടാലും എനിക്ക് മതിയാവില്ല. പിന്നെ അതിങ്ങനെ പിന്നെ മലയാളത്തിലാണെങ്കിൽ അവൾ വരും വസന്തമായി, അവൾ വരും വസന്തമായി, അതും ഇഷ്ടം. അതിങ്ങനെ അത് ഞാൻ കുറേ ആയിട്ട് അതിനെ കേൾക്കും, പലയിടത്തും ഞാൻ അതിനെ പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്കത് മടുക്കില്ല. പാട്ടാണ് ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മടുക്കില്ലാത്ത കുറെ പാട്ടാണ്. ചില പാട്ടുകൾ അങ്ങനെയാണ്. കാരണം ഞാനിപ്പം സ്ഥിരം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഒന്ന് ചെറാതുകൾ ഞാൻ പറഞ്ഞില്ലേ, അത് പറയണം. അല്ലാതെ ഞാൻ സ്ഥിരം എനിക്കറിയത്തില്ല എനിക്ക് എന്താ പാട്ടിനോട് ഇത്രയും ഭ്രാന്തെന്ന് പറഞ്ഞാല് മറ്റേ ഏഴുപുന്നത്തരകനിലെ ഭയങ്കര അടിപൊളി പാട്ട്.
എനിക്കത് കേട്ട് 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 എനിക്ക് ഒരിക്കലും മടുപ്പും തോന്നില്ല. എനി ഡേ എനിക്കത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. അത് ലൈക്ക് വീഡിയോയും ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു പാട്ടുകൾ. പണ്ടത്തെ പാട്ടുകൾ റിയലി റിയലി ഗുഡ്. ചിലർ, ഞാൻ എപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ചിലർ പറയും എടി നീ വെറുത്തു പോകും ആ പാട്ടിന്, ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ അത് കേൾക്കാതിരിക്കുക, കാരണം എപ്പോഴും കേട്ടാൽ വെറുത്തു പോകുന്നു പറഞ്ഞു. പക്ഷെ എന്താണെന്നറിയാം, ഈ പാട്ടൊന്നും കേട്ടിട്ടുണ്ട് മടുക്കത്തുമില്ല വെറുക്കത്തുമില്ല. That's nice. പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. കമ്മിങ് ടു എൻ എൻഡ്, ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ലൈക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അതോ എന്തെങ്കിലും റിലീസ് ചെയ്യാൻ ഇരിക്കുന്നുണ്ടോ, അതോ കാനഡയിൽ വന്നിട്ട് എന്താണ് പരിപാടി? ഞാൻ കാനഡ വന്നിട്ട് ഇപ്പൊ ഒരു 1 month above ആയി. പക്ഷെ ഞാൻ വന്നിട്ട് പോസ്റ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് കുറെ പേര് ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല. ഞാനപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ മൂവ് ചെയ്യാന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് തിരിച്ചു വന്നോ ക്രിസ്ത്യൻ തിരിച്ചു വന്നൊക്കെ ചോദിച്ചു കുറെ പേര്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറെ പേര് അറിഞ്ഞിട്ടില്ലാന്നുള്ളത്. കാരണം ഇവിടെ വന്നിട്ട് അങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോ ഞാൻ തിരിച്ചു വന്നു. പിന്നെ നാട്ടില് 1-2 ഷോർട്ട് ഫിലിംസ് ഇനി റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ വേറെ സിനിമ റിലീസ് ചെയ്യാനുണ്ട്. അത് ഈ 25th April 25th ഏപ്രിലാണോ മെയ് ആ സമയത്താണോ? ഏപ്രിൽ അല്ലേ? ഏപ്രിലാണോ? ഓക്കെ April 25th. ഓക്കെ. അപ്പൊ ഏപ്രിൽ മൂവി ഇറങ്ങാനുണ്ട്. അതാണ്, വേറെ പ്രൊജക്ട്സ് ഒന്നും ആയിട്ടില്ല. We are so excited because നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് വലിയ മൂവിയിലോട്ട് ബിഗ് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് നാട്ടിൽ നിന്ന് ബിഗ് സ്ക്രീൻ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ നീണ്ടു പോയതുകൊണ്ട് എനിക്കത് കണ്ടിട്ട് വരണമെന്നായിരുന്നു. പക്ഷെ അറിയില്ല, ഇനി ഇവിടെ എങ്ങാനും റിലീസ് ഉണ്ടെങ്കിൽ ബിഗ് സ്ക്രീനിൽ എനിക്ക് തന്നെ കാണാൻ പറ്റും. ഞങ്ങൾ എല്ലാരും സിനിമ കണ്ടില്ലെങ്കിൽ എന്തായാലും കണ്ടിരിക്കും. കാരണം അതിനെ കുറിച്ച് റിവ്യൂ പറയാം. ഞാൻ ഇവിടെ വന്നെനിക്ക് തല്ല എന്തായാലും കണ്ടിരിക്കും. സോ എല്ലാ പ്രോജക്ട്സും അടിപൊളിയായിട്ട് വരട്ടെ. ഇപ്പം വരാനിരിക്കുന്നതും ഇവിടെ ഇനിയും ചെയ്യാൻ പോകുന്ന പ്രോജക്ട്സും എല്ലാം അടിപൊളിയായിരിക്കട്ടെ. ലെറ്റ് യുവർ കരിയർ ബി ലൈക്ക് സോ അമേസിങ്. ആൻഡ് ഇനിയുള്ള പ്രോജക്ട്സിലെല്ലാം അടിപൊളിയായിട്ട് വന്ന് വളരട്ടെ. ഇൻസ്റ്റാഗ്രാമിലായിട്ടും വളർന്ന് 1 million 2 million 3 million എല്ലാം അടിക്കട്ടെ. അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ക്രിസ്റ്റി മരിയെ കണ്ടതിലും വളരെ സന്തോഷം ആഫ്റ്റർ എ ലോങ് ടൈം. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. And thank you so much for coming into my show. And it's a short notice, I know, but you just made it. And I'm very happy about it. Thank you so much. താങ്ക് യു. ഇവിടെ വരാൻ പറ്റിയതിലും ഞാനും കുറേ ആയി വന്നിട്ട് പാവേനൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ വരാൻ തന്നെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് വരാൻ പറ്റി, കാണാൻ പറ്റി. എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് സന്തോഷം. എല്ലാവർക്കും സന്തോഷം. Okay, thank you so much. Okay.